ആഴ്ചകൾ നീണ്ട അനിശ്ചിതത്വത്തിനും തർക്കങ്ങൾക്കുമൊടുവിൽ എൻസിപിയിലെ എ.കെ. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുന്നു. ശശീന്ദ്രന് പകരം കുട്ടനാട് എം.എൽ.എ. തോമസ് കെ. തോമസ് മന്ത്രിയാകും. പാർട്ടി കൈവിട്ടുവെങ്കിലും മുഖ്യമന്ത്രി കൈവിടില്ല എന്നായിരുന്നു ശശീന്ദ്രന്റെ പ്രതീക്ഷ. മന്ത്രിസ്ഥാനം ഒഴിയുന്നതിനെതിരെ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും മുഖ്യമന്ത്രിയും കൈയൊഴിയുകയായിരുന്നു. എൻസിപിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാനില്ല എന്ന നിലപാടിലായിരുന്നു മുഖ്യമന്ത്രി. നേരത്തെ പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറും തോമസ് കെ. തോമസിന് അനുകൂലമായ തീരുമാനമാണെടുത്തത്. തോമസ് കെ. തോമസിനെ മന്ത്രിയാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഒരാഴ്ച കാത്തിരിക്കാൻ പവാർ ആവശ്യപ്പെട്ടുവെന്നും തീരുമാനം ഒരാഴ്ചയ്ക്കകം ഉണ്ടായേക്കുമെന്നും പി.സി. ചാക്കോ പറഞ്ഞു. മന്ത്രിമാറ്റത്തിൽ അന്തിമ തീരുമാനം പവാറിന്റേതാണെന്നും പി.സി. ചാക്കോ പറഞ്ഞു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ എൻസിപിയിൽ ഏറെ നാളായി സജീവമായിരുന്നെങ്കിലും ശശീന്ദ്രൻ മാറുന്ന കാര്യത്തിൽ സമവായമായിട്ടില്ല. പാർട്ടിക്ക് ലഭിച്ച മന്ത്രിസ്ഥാനം 2.5 വർഷക്കാലം വീതം 2 എം.എൽ.എമാർക്കും നൽകണമെന്ന ധാരണ പാലിക്കണമെന്ന ആവശ്യമാണ് എൻസിപി നേതൃത്വം നിയോഗിച്ച സമിതി ശശീന്ദ്രന് കൈമാറിയത്. എന്നാൽ അത്തരമൊരു ധാരണ തന്റെ അറിവിൽ അല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. മന്ത്രിസ്ഥാനത്ത് നിന്നും പടിയിറങ്ങുമ്പോൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നൽകണമെന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്നാൽ എം.എൽ.എ. സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പാർട്ടി അധ്യക്ഷ പദവി നൽകാനാവില്ലെന്ന നിലപാടിലായിരുന്നു നേതൃത്വം വന്നത്. അങ്ങനെയെങ്കിൽ താൻ മന്ത്രിസ്ഥാനത്തിനൊപ്പം നിയമസഭാ അംഗത്വം ഒഴിയാമെന്നും സംഘടനാ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താൽപര്യമെന്നും ശശീന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. പ്രശ്നം തീരുമാനമാകാതെ നീണ്ടതോടെയാണ് പാർട്ടി ദേശീയ നേതൃത്വം ഇടപെട്ടത്. എൻസിപിയിൽ മന്ത്രിസ്ഥാനം കൈമാറുന്നതിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെ പ്രതികരണവുമായി വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട്. മന്ത്രിസ്ഥാനത്ത് തനിക്ക് പിടിയുമില്ല, വാശിയുമില്ലെന്ന് മന്ത്രി പറഞ്ഞു. പാർട്ടി പറഞ്ഞാൽ മന്ത്രിസ്ഥാനം ഒഴിയുമെന്നും 2 വർഷത്തെ കരാറിനെ കുറിച്ച് അറിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല. തോമസ് കെ. തോമസ് മാത്രമല്ല, പാർട്ടിയിലെ എല്ലാവരും യോഗ്യരായ നേതാക്കളാണെന്നും ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തു. ശരത് പവാറിനെ കാണാൻ ഞങ്ങൾ 3 ആളും പോകുന്നുണ്ട്. തോമസ് കെ. തോമസ് എന്തു പറയുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയേണ്ടത് പറയട്ടെ. നിലവിൽ തങ്ങൾക്കിടയിൽ അങ്ങനെയൊരു തർക്കമില്ല എന്നും ശശീന്ദ്രൻ വ്യക്തമാക്കി. ശശീന്ദ്രൻ രാജിവെച്ച മന്ത്രിസ്ഥാനം തോമസ് കെ. തോമസിന് കൈമാറണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം. ചാക്കോയ്ക്കും ഈ അഭിപ്രായമാണ് ഉള്ളത്. പാർട്ടി തീരുമാനം ശശീന്ദ്രനെ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ മന്ത്രിസ്ഥാനം ഒഴിയാൻ ശശീന്ദ്രന് താൽപര്യമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശശീന്ദ്രനെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എങ്കിലും അദ്ദേഹം വഴങ്ങിയിട്ടില്ല. മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി വിടാനുള്ള അണിയറ നീക്കവും ശക്തമാണ്. എൻസിപി മന്ത്രിമാറ്റത്തിൽ എ.കെ. ശശീന്ദ്രൻ നിലപാട് കടുപ്പിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട്. മുംബൈയിലെ കൂടിക്കാഴ്ചയിൽ മന്ത്രിമാറ്റം ചർച്ചയായില്ല എന്നും പുറത്തുവരുന്നത് ഭാവനകൾ മാത്രമാണ് എന്നും എ.കെ. ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മന്ത്രിമാറ്റം ചർച്ചയായിട്ടില്ല എന്നും അന്തിമ തീരുമാനം പ്രസിഡന്റ് എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എല്ലാ വശവും ആലോചിച്ചേ പ്രസിഡന്റ് തീരുമാനമെടുക്കൂ. തീരുമാനം വരും വരെ ആരും മാറുന്നുമില്ല, ആരും ചേരുന്നുമില്ല എന്നും ശശീന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.